ബാത്റൂം ഏരിയയിലിരുന്ന് ഒറ്റയ്ക്ക് കരയുകയാണ് നോറ. നോറയെ എല്ലാവരും ഒറ്റയ്ക്ക് വിട്ടു. കാരണം നോറ തന്നെയാണ്. എല്ലാവരും വന്ന് നോറയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് സംസാരിക്കാനായിട്ട് എന്റെ അടുത്ത് വരണ്ട എന്ന് പൂജയുടെ അടുത്ത് നോറ തന്നെ പറഞ്ഞു. അപ്പൊ പൂജ അവിടെ പറഞ്ഞു, ഞാനൊരു പവർ ടീം അംഗമാണ്, കാര്യം തിരക്കാനാണ് വന്നത്, പറയാനുള്ളതുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ സൗകര്യമില്ല, എനിക്ക് സംസാരിക്കാനും സൗകര്യമില്ല എന്ന് പറഞ്ഞു നോറ. അപ്പൊ പിന്നെ പൂജയ്ക്ക് അവിടെ ഒരു റോളും ഇല്ലാണ്ടായി. പൂജ അവിടെ സംസാരിക്കാൻ വന്ന സമയത്ത് പൂജ വന്ന് ചോദിച്ചത് ഇത്ര മാത്രമാണ്, ജാൻമണിയെ നീ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ജാൻമണിയുടെ കണ്ടന്റ് തന്നെ എന്തിനാണ് എടുക്കണം എന്ന് പറയുന്നത് എന്നാണ് പൂജ അവിടെ ചോദിച്ചത്. ആ ചോദ്യത്തിന് സത്യം പറഞ്ഞ നോറയ്ക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം നോറ പറഞ്ഞത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട എന്ന്. അപ്പൊ പൂജ അവിടെ സംസാരിക്കാനായിട്ട് പിന്നെ നിന്നില്ല. പിന്നെ അവിടെ ശരണ്യ പറഞ്ഞു, എന്താണ് പ്രശ്നം, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ശരണ്യയുടെ അടുത്തും സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല. പിന്നെ ജിൻഡോ വന്ന് സംസാരിക്കുന്നുണ്ട്, ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്നോട് പറയൂ എന്ന് പറയുന്ന സമയത്തും അവിടെ സംസാരിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് തന്നെ അവർ മൂന്നുപേരും പറഞ്ഞു, എങ്കിൽ പിന്നെ നോറ അവിടെ തനിച്ചിരിക്കട്ടെ, ആരും ഇനി നോറയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് എല്ലാവരും നോറയെ അവിടെ തനിച്ചിരുത്തിക്കൊണ്ട് പോവായിരുന്നു. നോറ അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്. നോറ പറയുന്നത്, ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് ഇന്നേ വരെ ആരുടെ അടുത്തും കാണിച്ചിട്ടില്ല, കാണിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല, ഒരു സ്കിറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർ തന്നെയാണ് ആദ്യം പറഞ്ഞത്, പിന്നീടാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്തത്, പിന്നീടാണ് ഞാനത് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷെ അവരെന്നെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന വ്യക്തിയെന്ന് എന്നെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നോറയുടെ ആക്ഷേപം. എന്തായാലും നോറ അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നു, അല്ലെങ്കിൽ വിക്ടിം കാർഡ് ഇറക്കുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇക്കാര്യത്തിലും നോറ അതിൽ 100% വിജയിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഒരാൾ പോലും പഴത്തേക്ക് വരുന്നില്ല, ഒറ്റയ്ക്കിരുന്ന് അവിടെ ഇരുന്ന് കരയുന്ന നോറയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.